അപ്പോൾ ട്രംപ് ആശാൻ വന്ന് പുത്തനച്ചി പുരപ്പുറം തൂക്കുന്ന പോലെ ആശാൻ പതുക്കെ പതുക്കെ പണി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കാര്യം എന്തൊക്കെ പറഞ്ഞാലും പുള്ളിയോട് റെസ്പെക്ട് തോന്നും, മാഡ് റെസ്പെക്ട് ഫോർ ബിക്കോസ് ഈസ് എ പ്യുവർ ബിസിനസ് മാൻ. ആൻഡ് പുള്ളിയുടെ ഉള്ളിൽ രാജ്യത്തിൻ്റെ സേഫ്റ്റിക്കും കച്ചവടത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പക്കായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മളെപ്പോലുള്ള ഇമിഗ്രൻസ് ആണ്. പല രീതികളിൽ അമേരിക്ക എത്തിച്ചേർന്നിട്ടുള്ള ഇമിഗ്രൻസിനാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ ചെറിയ ടോപ്പിക്കാണ്. ആരാണ് ഇല്ലീഗൽസ്? ട്രംപിന്റെ കാഴ്ചയിൽ ആരാണ് ഇല്ലീഗൽസ്? നിങ്ങൾ ഒരു നിയമപ്രകാരമുള്ള ഒരു വിസയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഗൽ പാത്വേയിലോ അമേരിക്കയിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ചെയ്തിട്ട് അത് പെൻഡിങ് ആയി നിൽക്കുന്ന ആളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ചെയ്തിട്ട് നിൽക്കുന്ന ആളോ ഒന്നും ഇല്ലീഗൽ അല്ല. ഇല്ലീഗൽ എന്ന് പറയുമ്പോഴേക്ക് അതിർത്തി ചാടി വരുന്നവർ, മതിൽ ചാടി വരുന്നവർ, നുഴഞ്ഞു കയറുന്നവർ, പാസ്പോർട്ടിൽ അമേരിക്കൻ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട യാതൊരുവിധ രേഖകളും ഇല്ലാതെ അമേരിക്കയിൽ എൻട്രി ആയിട്ടുള്ള എല്ലാവരും ഇല്ലീഗലാണ്. അത് നിങ്ങൾ അവിടെ ചെന്നിട്ട് അസൈലം ചെയ്താലും നിങ്ങൾക്ക് പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് നാൾ മുമ്പ് അസൈലം ചെയ്ത് നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ഒക്കെ കിട്ടി നിങ്ങൾ ഗ്രീൻ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ നിങ്ങൾ അസൈലം ആപ്ലിക്കേഷൻ ചെയ്ത് ബയോമെട്രിക് കഴിഞ്ഞ് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ പാസ്പോർട്ടിൽ ഒരു എൻട്രി ഇല്ലാതെ ഇല്ലീഗലായിട്ടാണ് അമേരിക്കയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഡിപ്പോർട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഐസിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഐസ് എന്ന് പറഞ്ഞാൽ കസ്റ്റംസിൻ്റെ ബിങ് ആണ്. അവരാണ് ഈ പറഞ്ഞ പോലെ റെയ്ഡുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇല്ലീഗൽസ് എന്ന് പറയുന്നത്. പിന്നെ അറിയാമല്ലോ, പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ട് വിസിറ്റ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, വിസിറ്റ് വിസ അല്ലെങ്കിൽ B1 B2 വിസയിൽ വരുന്നവർ ഒരിക്കലും ഇല്ലീഗൽസ് അല്ല. ഇനിയിപ്പോൾ നിങ്ങൾ അവിടെ ഓവർ സ്റ്റേ ആയി കഴിഞ്ഞാൽ പോലും നിങ്ങൾ ഇല്ലീഗൽ ആകുന്നില്ല. കാരണം നിങ്ങൾ നിയമപ്രകാരമുള്ള പ്രോസസ്സ് ഫോളോ ചെയ്ത് വിസ ഫീസ് അടച്ച് ഗവൺമെൻറ്റിന് ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷമാണ് അമേരിക്കൻ മണ്ണിൽ കാലുകുത്തുന്നത്. സോ ഇതാണ് ഇല്ലീഗൽസും എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. കുറേ പേർക്ക് ഭയങ്കര ടെൻഷനുണ്ട്, ഞാനിങ്ങനെ B1 B2 വിസ പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നുള്ള കാര്യം. ഒരിക്കലുമില്ല. നിങ്ങളുടെ പാസ്പോർട്ടിൽ വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇല്ലീഗൽ ആകുന്നില്ല. നിങ്ങളെ ഡിപ്പോർട്ട് ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല. നിങ്ങൾ ഓവർ സ്റ്റേ ആയാൽ പോലും നിങ്ങൾക്ക് ഒരു വാർണിംഗ് തരും, എന്ത് പറയും, നിങ്ങൾ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയും, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ ഒരിക്കലും ഡിപ്പോർട്ട് ചെയ്യില്ല. പിന്നെ വേറൊരു കാര്യം, ഇപ്പം പലതരത്തിലുള്ള പാത്വേസ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല. അപ്പം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ അസൈലമൊക്കെ ചെയ്തിട്ട് വന്നിടയ്ക്ക് ഒരു 5-8 വർഷം മുമ്പ് അസൈലം ചെയ്ത് അസൈലത്തിൻ്റെ ഡിസിഷൻ കഴിഞ്ഞു, അസൈലം കേസ് നിങ്ങളെ റിജക്റ്റ് ചെയ്തു, നിങ്ങൾ കോടതി കേസ് അടക്കുകയാണ്. കോടതി കേസ് നടക്കുന്ന കേസിലൊക്കെ എക്സെപ്ഷൻ ഉണ്ട് കേട്ടോ. കോടതി കേസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പർ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഡിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇത് മെയിൻലി ഇത് ഇന്ത്യക്കാരെയോ അല്ലെങ്കിൽ ഏഷ്യക്കാരെയോ ഒന്നും പുറത്തിറക്കാനുള്ള ഒരു ഇതായിട്ടല്ല നടക്കുന്നത്. ഈ ഡിപ്പോർട്ടേഷൻ എന്ന് പറഞ്ഞ പുള്ളി പേടിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ അമേരിക്കക്ക് നാശം ഉണ്ടാക്കുന്ന ഒരു കാര്യം സൗത്ത് അമേരിക്കൻസ്, ഹോണ്ടുറാസ്, മെക്സിക്കോ, ഈ പറഞ്ഞ പോലെ കൊളംബിയ എന്നുള്ള ആളുകൾ ഒരു പേപ്പറും ഇല്ലാതെ US ഗവൺമെൻറ്റിന് 10 പൈസ കൊടുക്കാതെ അവിടെ വന്നിട്ട് ഈ പറഞ്ഞ പോലെ തൊഴിലെടുക്കുകയും ഒരു മെജോറിറ്റി ഓഫ് പെർസെൻറ്റേജ് കാർട്ടൽ ആക്ടിവിറ്റിയാണ്. ഡ്രഗ് മാഫിയകളുണ്ട് അവിടെ, കാർട്ടൽസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഈ കൊളംബിയൻസാണ് ഏറ്റവും കൂടുതൽ കാർട്ടൽ കാര്യങ്ങളിൽ അവിടെ ഏർപ്പെടുന്നുണ്ട്. മെക്സിക്കൻസും ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ചെറിയ വീഡിയോ പറയാനുള്ളത്. പിന്നെ ഒരു അവസാനമായിട്ട് ഒന്നുകൂടെ വാൽക്കഷണം പറയാം. ഇത് പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നൊരു ഏർപ്പാടാണ്, മനസ്സിലായി. ഇതുകൊണ്ട് ആരും ഒന്നും ഭയപ്പെടുകയൊന്നും വേണ്ട. വിത്തിൻ ഒരു 2 മാസം ഈ ഒരു ആവേശ കമ്മിറ്റി ഉണ്ടാവും, അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ആവേശ കമ്മിറ്റി പതുക്കെ അടങ്ങും. പിന്നെ അമേരിക്കയിൽ ഉടനീളം പ്രചരിക്കുന്ന ഒരു ആൻറ്റി ഇമിഗ്രൻ്റ് സെൻറ്റിമെൻ്റ് ഉണ്ട്. അതായത് അമേരിക്കൻ പൗരന്മാർക്കിടയിലുണ്ട്. കാരണം ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ തടയണമെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ട്രംപ് ജയിച്ചത്. ആ വോട്ടിന് വേണ്ടിയിട്ടാണ് പുള്ളി പ്രയത്നിച്ചത്. ആ വോട്ട് കിട്ടി, പുള്ളി ജയിച്ചു. അതിൽ ഇന്ത്യക്കാരുടെ ഉൾപ്പെടെയുള്ള വോട്ടുകളുണ്ട്, മെക്സിക്കൻസിൻ്റെ വോട്ടുകളുണ്ട്. സോ ട്രംപിന് ഒരുപാടൊന്നും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണല്ലോ അവരുടെയൊക്കെ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയി വന്നിട്ട് ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് ആയവരുടെ വോട്ട് കൂടെ കൊണ്ടാണ് ട്രംപ് ജയിച്ചത്. പിന്നെ ഒരു കാര്യം, അവസാനം ഒരു കണക്കൂടെ പറയാം. ഏകദേശം 11 മില്യണോളം ഇല്ലീഗൽ ഇമിഗ്രൻസ് അമേരിക്കയിലുണ്ട്. 11 മില്യൺ. അതായത് ഈ 11 മില്യൺ ആൾക്കാർ ഇല്ലീഗലായിട്ടുള്ള ഒരാൾക്കാരിൽ അവരിൽ ഒരു അമേരിക്കയുടെ തൊഴിൽ മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏകദേശം 12-13%. ഓർമ്മ ശരിയാണെങ്കിൽ 13% അമേരിക്കയുടെ തൊഴിൽ അൺസ്കിൽഡ് ലേബർ ചെയ്യുന്നത് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ പോപ്പുലേഷനാണ്. ഒരു സുപ്രഭാതത്തിൽ ഈ 11 മില്യൺ ആൾക്കാരെ അമേരിക്ക ഡിപ്പോർട്ട് ചെയ്ത് എങ്ങനെ ഇരിക്കുന്നു ജസ്റ്റ് ചിന്തിച്ച് നോക്കുക. അമേരിക്ക സ്തംഭിക്കും, അമേരിക്ക ചലിക്കില്ല.
നേരത്തെ പണ്ട് പറഞ്ഞതുപോലെ തന്നെ ഒരു തൊഴിൽ മേഖലകളിലും ഇമിഗ്രൻസ് ഇല്ലാതെ അമേരിക്ക പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം അമേരിക്കക്കാർ കുഴി മടിയന്മാരാണ്, പണിയെടുക്കാൻ മടിയുള്ളവരാണ്. മനസ്സിലായില്ല, പണിയെടുക്കില്ല അവർ. ഹാർഡ് ലേബർ അവർക്ക് പറ്റില്ല. അവർക്ക് ബർഗറും നിന്ന് KFCയും കഴിച്ച് കുറെ കൊക്കക്കോളയും കുടിക്കാനല്ലാതെ അവർക്ക് ശരീരം അടങ്ങി പണിയെടുത്തത് ശീലമില്ല. അത്രയും കാലം അമേരിക്കയുടെ ജീവിത സാഹചര്യം അല്ല ജീവിത രീതികൾ മാറാത്തിടത്തോളം കാലം നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ധൈര്യമായിട്ട് B1 B2 വിസയിൽ പ്രൊസീഡ് ചെയ്യുക. നിങ്ങളുടെ അവിടെ ഭാവിയൊക്കെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പാത്വേയിലൂടെ സഞ്ചരിച്ച് മാറ്റിയെടുക്കുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. ചിയേഴ്സ്.